ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിഗോണിയ കളക്ഷൻസാണ് ചെയ്യാനെടുക്കുന്നത്. നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയേൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാം. ഇതിൽ തന്നെ നമുക്ക് വാക്സ് ബിഗോണിയ, റെക്സ് ബിഗോണിയ, റൈസോമേറ്റസ് ബിഗോണിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ളൊരു ബിഗോണിയാണ് ഈ വാക്സ് ബിഗോണിയ. ഇത് നമ്മുടെ വേറൊരു ബിഗോണിയാണ്. ഒരു ഡാർക്ക് ഗ്രീൻ ലീഫാണ് ഇതിന് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഒരു പൂ ഇട്ടിട്ടുണ്ടായിട്ടുള്ള ബിഗോണിയാണ്. അതിൻ്റെ ചെറിയൊരു തൈ നമ്മൾ മാറ്റി കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിഗോണിയ കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാക്സ് ബിഗോണിയ പരിചയപ്പെടാനുണ്ട്. നമ്മൾ വേറൊരു സ്ഥലത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഈ വീഡിയോയിൽ ചെറുതായിട്ട് നമ്മൾ ഉൾപ്പെടുത്താം. ആ വാക്സ് ബിഗോണിക്ക് പൂക്കളുണ്ട്. അപ്പോൾ ഈ ഒരു ബിഗോണിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കളെക്കാട്ടും കൂടുതൽ ഇലകളൊരു ഭംഗി കൊണ്ടാണ് നമ്മൾ വെക്കുന്നത്. നല്ലൊരു ഇൻഡോറായിട്ട് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നമ്മൾ വിൻഡോ സൈഡിൽ, ബാൽക്കണി സൈഡിലൊക്കെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബിഗോണിയ നോക്കിയാൽ ഇതിലും പൂവിടുന്നുണ്ട്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു പൂവ് വരുന്നത്. ഒരു ബെല്ല് പോലത്തെ പൂവാണ്, താഴേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിൽ. ഇതുണ്ട് റൈസോമാറ്റസ് ബിഗോണിയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. വെർട്ടിക്കൽ ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് വൈറ്റ് കളറിലുള്ള ഒരു പൂവാണ് വരുന്നത്. ഇതിൽ നമുക്ക് വൈറ്റ് കളറിലുള്ള പൂവ് കാണാൻ പറ്റുന്നതാണ്. ഒരു ബെല്ല് പോലെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ഒരു വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പൂവ് വരുന്നത്. നമ്മളിപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടാണ്. ഒരുപാട് തൈകൾ ഉണ്ടായത് തന്നെ നല്ല ബുഷി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാക്സ് ബിഗോണിയ. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നല്ലൊരു വാക്സ് മെഴുകു പോലുള്ള ഒരു അപ്പിയറൻസ് ആണ്. നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. അതിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പൂവാണ് ഇതിനുള്ളത്. നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, അതുപോലെ തന്നെ മഞ്ഞ കളറിലുമാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ഒരു ബെല്ല് പോലെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. ഇതിൻ്റെ 2 ഷെയ്ഡാണ് നമുക്കുള്ളത്. ഒന്ന് ഈ കളറും പിന്നൊന്ന് വൈറ്റ് കളറിലുമാണ്. വൈറ്റിൽ നമുക്ക് ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ലോ മെയിൻ്റനൻസ് ആക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബിഗോണിയ കൂടിയാണ് ഈ വാക്സ് ബിഗോണിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഉണ്ടാവുന്ന നല്ലൊരു പീസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് ഈ കാണുന്ന ബിഗോണിയ. പ്രാവശ്യവും നമ്മൾ കട്ട് ചെയ്യുന്ന ഇതുപോലെ ഒരു ചെറിയ പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ ബിഗോണിയ മുഴുവനും. ഇത് കൂടുതലായിട്ടും വലുതാവുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ഒന്ന് ബുഷാക്കി വളർത്തുന്നതാണ്. നമ്മളെ ചെടി കാണാനും ഒരു ഭംഗി ഉണ്ടാവും. നമ്മളെ ഗാർഡനൊക്കെ നല്ലൊരു പച്ചപ്പും കിട്ടുന്നതായിരിക്കും. ഇനി നല്ല നീളത്തിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വളർത്തണം. എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് പുതിയ പുതിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ പോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് വളർത്തുകയാണെങ്കിൽ തന്നെ ഇത്ര വലുപ്പത്തിൽ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് പറയുകയാണെങ്കിൽ സിമ്പിളാണ്. നമ്മളെ ഗാർഡനിങ് സോയിലും കുറച്ച് ചാണകപ്പൊടിയും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാറുള്ളൂ. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ഇത് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ്. ഇതിൻ്റെ തണ്ടൊക്കെ തന്നെ നോക്കിയാൽ നല്ല സോഫ്റ്റാണ്, ഒരു വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു തണ്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി ചീഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെ പോട്ടിനൊക്കെ ഹോളിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. രാവിലത്തെ സൺലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ ഈ ചെടീനെ ഒന്ന് പ്ലേസ് ചെയ്യാനും ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ വാക്സ് ബിഗോണിയയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ചെടിയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോസിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.